നമുക്കപ്പം ഒരു അതിഥിയുണ്ട്. യാതൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത നമ്മുടെ സിനിമ സീരിയൽ താരം സ്വന്തം സാജൻ സൂര്യ ചേട്ടനാണ്. ചേട്ടന്റെ സ്വന്തം തിരുവനന്തപുരംകാരനുമാണ്. തൊട്ടപ്പുറത്താണ് വീടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നോക്കുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഒരു സന്നദ്ധ സംഘടനയ്ക്കൊപ്പം അന്നദാനം വിളമ്പി കൊടുക്കുമായിരുന്നു. നേരത്തെ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യം എത്തിച്ചിരുന്നു. അപ്പൊ ഒരു ഓഡിയോ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ചേട്ടനിലേക്ക് എത്താതെ ചേട്ടന്റെ കൈയോടെ ഇങ്ങനെ പോകുന്ന വഴി കൈയോടെ വിളിച്ചതാണ്. ചേട്ടാ നമസ്കാരം. എല്ലാ പൊങ്കാലയ്ക്കും ഉണ്ടാവുമല്ലോ അല്ലെ? പൊങ്കാലയ്ക്കെല്ലാം ഉണ്ടാവും. ആ സമയത്ത് തിരക്കൊക്കെ മാറ്റി വെച്ച് നമ്മൾ സന്നദ്ധ സംഘടന ആൾക്കാരെല്ലാം കഷ്ടപ്പെടും, നമ്മളൊന്ന് വിളമ്പി കൊടുക്കും. എന്നാലും എല്ലായിടത്തും ഒന്ന് ഓടിയെത്തും ആ സമയത്ത്. കാരണം വീട്ടിലും പൊങ്കാല ഇടുന്നുണ്ട്. അപ്പൊ അവിടെ കുറച്ചേരം ഇരുന്ന് കുടുംബ പ്രശ്നം കൂടെ ആവുമേ. അപ്പൊ അതുകൊണ്ട് ഈ സന്നദ്ധ സംഘടനയിൽ ചേട്ടനും ഉണ്ടോ? പിന്നെ ഇവിടുത്തെ ഈ ആര്യച്ചേട്ടൻ നമ്മൾ ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അപ്പൊ അവർ പുള്ളി വഴിയുള്ള ഇതാണ്. സംഘടനയിൽ ഞാനില്ലെങ്കിലും സംഘടനയോടൊപ്പം ഞാനുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഭാഗം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും നമ്മളിവിടെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ചേട്ടനെ കണ്ടപ്പോ നമ്മളെടുത്ത് ഒരുപാട് ചേച്ചിമാര് ചേട്ടനെ ഇവിടെ പിടിച്ചു നിർത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ചേച്ചിമാര് ചേട്ടന്റെ സീരിയൽ കാണുന്ന ഫാൻസ് ഒക്കെ വന്ന് കൈതരാനും സെൽഫി എടുക്കാനും ഒക്കെ. അതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒന്നാമത്തെ കാര്യം ഇത്രയും നമ്മുടെ പ്രേക്ഷകരെ കാണാൻ പറഞ്ഞ ഈ സമയത്തല്ലേ. അതെ തീർച്ചയായും. ചേട്ടാ ഏറ്റവും നല്ലൊരു പൊങ്കാല അനുഭവം ഉണ്ടോ? എന്തെങ്കിലും നാറ്റുകാലമ്മയുടെ അനുഗ്രഹം കിട്ടിയ എന്തെങ്കിലും ഒരു സംഭവം പറയാനുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അനുഭവം പറയാനില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പൊങ്കാല ഇടുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടായിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും വരുന്നത്. അപ്പൊ അവരെ പോലെ തന്നെ നമ്മളിപ്പോ എന്റെ വീട്ടിൽ എന്റെ വൈഫ് പൊങ്കാല ഇടുന്ന സമയത്തും ഭഗവാനെ ഇന്നൊരു കാര്യം നടക്കണേന്ന് ആലോചിച്ചിട്ടാരല്ല, ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നടക്കുന്നു എന്നുള്ളതിനെക്കാളും ഏറ്റവും നമ്മൾ സ്മൂത്തായിട്ട് ആരോഗ്യത്തോടെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറയാതെ നമ്മൾ ഏറ്റവും ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പൊങ്കാലയിടുന്നത്. ആ ആരോഗ്യം ദൈവം തരുന്നുണ്ട്, ഭഗവാൻ തരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയോ? ആറ്റുകാലൊക്കെ പോയി തൊഴുതോ? ഞാൻ ഈ ഭയങ്കര തിരക്കുള്ള സമയത്ത് പോയില്ല. ഈ തിരക്കിന് തൊട്ട് മുമ്പ് ഒരു 4-5 ദിവസം മുമ്പ് പോയി നാരങ്ങകളൊക്കെ കത്തിച്ചിറങ്ങിയത്. നമ്മളിപ്പോ കാണുമ്പോൾ ചേട്ടൻ SS കോവിൽ റോഡിലെ ഒരു ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അന്നദാനത്തിൽ പങ്കെടുക്കുമായിരുന്നു. അവിടുന്ന് തിരക്കിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുമായിരുന്നല്ലേ? ഇനി എങ്ങോട്ടാ? ഇനി നമ്മുടെ പ്രൊഡ്യൂസർ ഗ്രീൻ ടി വി രമചേച്ചിയുണ്ട്, രമചേച്ചി അങ്ങോട്ട് പോവാ. ഇന്ന് മൊത്തം എല്ലായിടത്തിലും ഓടിക്കറങ്ങി എത്തുമോ? പിന്നെ SP ഗ്രാൻഡേഴ്സിലെ നമ്മുടെ ഏഷ്യാന്റെ നായികമാരെല്ലാം കൂടെ അവിടെ പൊങ്കാല ഇടുന്നുണ്ട്. നായികമാരും അവരുടെ ബന്ധുക്കളെല്ലാം ഉണ്ട്. അപ്പം അവിടെയും കൂടെ ഒന്ന് പോകണം. പിന്നെ രമചേച്ചിയുടെ പോകണം. പുതിയ സീരിയലിന്റെ തിരക്കിലാണോ ചേട്ടാ? പുതിയ സീരിയലല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഗീതാഗോവിന്ദന്റെ തിരക്കിലാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്. അവർക്ക് അടിപൊളിയായിട്ട്. പക്ഷെ ശരി, ഇന്ന് പൊങ്കാലയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം വെച്ചിട്ട് ഹർത്താൽ വന്നാൽ പോലും നമ്മൾ ഷൂട്ടിംഗ് മുടക്കാറില്ല. അന്നത്തെ ദിവസം ബ്രേക്ക് കൊടുക്കാറില്ല. അല്ലെങ്കിൽ ബന്ധു വന്നാൽ പോലും മുടക്കാറില്ല. പക്ഷെ പൊങ്കാലയുടെ അന്ന് നമ്മള് ഫുൾ യൂണിറ്റ് ഷൂട്ട് ഉണ്ടാവത്തില്ല. ഇന്നൊരു ദിവസം നമ്മൾ പൊങ്കാല കിട്ടിയിട്ട് മാറ്റിയിരിക്കാറുണ്ട്. എല്ലാ പൊങ്കാലയ്ക്കും അങ്ങനെയാണോ? എല്ലാ പൊങ്കാലയ്ക്കും അങ്ങനെ ഷൂട്ട് എന്നുള്ള പരിപാടിയില്ല. നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. പിന്നെ പൊങ്കാല എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒരു സാന്നിധ്യമല്ല ഇന്നത്തെ എന്ന് പറയുമ്പോൾ. നമ്മൾ എവിടെ നോക്കിയാലും അമ്മയുടെ സാന്നിധ്യം. എല്ലാ അമ്മമാരല്ലേ. അപ്പൊ അതിനിടയിൽ ചെന്ന് എല്ലാവരും അനുഗ്രഹം മേടിക്കാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ചേട്ടന്റെ വീട് ഇവിടെ ആയതുകൊണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന സിനിമ സീരിയലിലുള്ളവരെല്ലാവരും വീട്ടിലേക്കും കൂടി വരുമായിരിക്കും. അല്ല, വീട്ടില് മുമ്പ് ഒത്തിരി ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുകയും അവിടെ നിന്ന് പോയി കോഴിക്കോടൊക്കെ ഉള്ള എന്റെ സുഹൃത്തുക്കളെല്ലാം അങ്ങനെയായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ. സഹപ്രവർത്തകരൊക്കെ പൊങ്കാല എടുക്കും. സഹപ്രവർത്തകർ ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഈ അമ്പലത്തിന് അടുത്തായതുകൊണ്ട് അങ്ങ് എത്തിപ്പെടാനുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ അടുത്താണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനിയും ചേട്ടനെ നല്ല തിരക്കിലാണ്. എല്ലായിടത്തിലും കുറെ ആളുകൾക്ക് അന്നദാനം കൊടുക്കുകയും കുറെ ആളുകളെ കാണാനൊക്കെ ഉണ്ട്. പറയുന്നത് ഇന്നത്തെ ദിവസം മാത്രമേ ഇതൊക്കെ സാധിക്കുമെന്നാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ, ഞങ്ങൾക്കൊപ്പം ചേർന്നത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ നടൻ സാജൻ സൂര്യയാണ് നമുക്കൊപ്പം ചേർന്നത്. പുള്ളിയുടെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി കുറെ ആളുകളൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ വെയില്, നല്ല വെയില്, നല്ല ചൂടാണ്. അപ്പം ചൂടിന്റെ ഉള്ളിലും ചൂടിനൊന്നും വക വെക്കാതെ അമ്മമാരിങ്ങനെ